നമസ്കാരം. സമഗ്രമായ വാർത്തകളുമായി ന്യൂസ് ലഞ്ച് ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നീറ്റിന് സുപ്രീം കോടതിയിൽ സ്റ്റേ ഇല്ല. NIAക്ക് നോട്ടീസ് അയച്ച സുപ്രീം കോടതി. ജൂലൈ 8-ന് കേസ് വീണ്ടും പരിഗണിക്കും. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങളിൽ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം. BJP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ന്യൂസ് മലയാളം വാർത്ത സഭയിൽ ഉന്നയിച്ച രമേശ് ചെന്നിത്തല. അവയവദാന വിഷയത്തിൽ മറുപടിയുമായി ആരോഗ്യമന്ത്രി. അവയവദാനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നു. വിഷയത്തിൽ നിയമപരമായ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന പ്രക്രിയ വീഡിയോഗ്രാഫ് ചെയ്യാൻ നിർദ്ദേശം. അവയവദാനവുമായി ബന്ധപ്പെട്ട് കേസ് ഓട്ടോയ്ക്ക് ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി വീണ ജോർജ്. ഒരു പണമിടപാടും ഇല്ല എന്നുള്ളതും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതുമാണ് ഇതുവരെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയുള്ള ഒരു പരാതി ഔദ്യോഗികമായി കേസ് ഓട്ടോയ്ക്ക് മുൻപിൽ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ന്യൂസ് മലയാളം വാർത്ത സഭയിൽ ഉന്നയിച്ച KK രമ. അവയവദാന കച്ചവടവുമായി മാറുന്നുവെന്ന രമ. ഒരേ ആശുപത്രിയിലെ 4 ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന സ്ഥിതി. തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ടെന്നും KK രമ. വിഷയം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. അവയവ മാഫിയയെ സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. മാനദണ്ഡം പാലിച്ചാണ് ആശുപത്രികൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതെന്ന ന്യായീകരണം. പ്രതിക്കൂട്ടിലായ കേസ് ഓട്ടോയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ച ആരോഗ്യമന്ത്രി. അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി റോസ് അവന്യൂ കോടതി. നടപടി ജാമ്യം റദ്ദാക്കണമെന്ന ED ഹർജിയിൽ ഹർജി പരിഗണിക്കുന്നതുവരെ സ്റ്റേ തുടരും. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമതി ദുരന്തത്തിൽ മുഖ്യപ്രതി പിടിയിൽ. പിടിയിലായത് മുഖ്യപ്രതി ചിന്നദുരൈ. അറസ്റ്റിലായത് കടലൂരിൽ നിന്ന്. നിരവധി വ്യാജമദ്യ കേസുകളിലെ പ്രതിയെന്ന പോലീസ്. വ്യാജമദ്യ ദുരന്തത്തിൽ 50 മരണം. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ സസ്പെൻഡ് ചെയ്ത MLA-മാരെ തിരിച്ചു വിളിച്ച സ്പീക്കർ. നടപടി ജനാധിപത്യ രീതിയിൽ ചർച്ച വേണമെന്ന സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം. വിഷമദ്യ ദുരന്തത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മദ്രാസ് ഹൈക്കോടതി. റിപ്പോർട്ടുകൾ സർക്കാർ സ്വയം പൂഴ്ത്തിയോ എന്നും കോടതി. കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധയിലെ ലാബ് റിപ്പോർട്ട് വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. ജലത്തിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യം അപകടകരമായ അളവിൽ. കുടിവെള്ളത്തിൽ E. coli, കോളിഫോം ബാക്ടീരിയകൾ. ലെ ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം. ചട്ടം പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവ് നടപ്പായില്ല. ആന സഫാരി കേന്ദ്രത്തിനെതിരെ കേസെടുത്ത് വനം വകുപ്പ്. കേരള ഫാം പ്രവർത്തിച്ചിരുന്നത് നിയമവിരുദ്ധമായി. ഇടുക്കിയിൽ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പ്രവർത്തിക്കുന്നത് 9 ആന സഫാരി കേന്ദ്രങ്ങൾ. കണ്ണൂരിൽ ജില്ലാ കോടതി ബഹിഷ്കരിച്ച അഭിഭാഷകർ. പ്രതിഷേധം. ചക്കരക്കൽ സ്റ്റേഷൻ പരിധിയിലെ കേസുകൾ കണ്ണൂരിലേക്ക് മാറ്റുന്നതിൽ ഇന്ന് 4 മണിവരെ നിരാഹാരമിരുന്ന് പ്രതിഷേധിക്കുവാൻ തീരുമാനം. സൂര്യനെല്ലി പെൺകുട്ടിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ ഡിവിഷൻ ബെഞ്ച് നടപടി. മുൻ DGP സിബി മാത്യൂസിനെതിരെ കേസ് നിലനിൽക്കുമെന്ന സിംഗിൾ ബെഞ്ച് പരാമർശം സ്റ്റേ ചെയ്ത ഡിവിഷൻ ബെഞ്ച്. കേസ് സിബി മാത്യൂസിന്റെ നിർഭയം എന്ന ബുക്കിലെ പരാമർശത്തിനെതിരെ. ഭൂപതിവ ചട്ടഭേദഗതി ഉടൻ കൊണ്ടുവരുമെന്ന റവന്യൂ മന്ത്രി K. രാജൻ. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സർക്കാരിന് പ്രത്യേക താൽപര്യങ്ങളില്ലെന്ന് മന്ത്രി. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ നടപടികളിലേക്ക് കടക്കും. സ്പെഷ്യൽ ഓഫീസറെ ഉടൻ തീരുമാനിക്കുമെന്നും ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്ന എല്ലാ കയ്യേറ്റവും ഒഴിപ്പിക്കുമെന്നും മന്ത്രി.